ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ കാലങ്ങളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഇന്ന് ഞാൻ ചെയ്തു. അതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഇന്നല്ല കേട്ടോ, കഴിഞ്ഞ തിങ്കളാഴ്ച എൻ്റെ ഹസ്ബൻഡ് എല്ലാ തിങ്കളാഴ്ചയും കുമളിക്കാണ് ജോലിക്ക് പോണത്. കുമളിയിലുള്ള വണ്ടികളുടെ ആക്സസറീസിൻ്റെ ഷോപ്പിലിട്ട് സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നതാണ് തിങ്കളാഴ്ച ദിവസം എൻ്റെ ഹസ്ബൻഡിൻ്റെ പണി. അല്ലാത്ത ദിവസങ്ങളിൽ വേറെ സ്ഥലങ്ങളിൽ എല്ലാ തിങ്കളാഴ്ചയും കുമളിക്കാണ് പോണത്. അപ്പം പുള്ളി പോണതിൽ എനിക്ക് ഇച്ചിരിയെങ്കിലും ഇൻട്രസ്റ്റ് തോന്നിയതൊന്ന് കുമളിക്ക് പോകാനാണ്. പുള്ളിയും കുറേ പ്രാവശ്യം പറഞ്ഞു വാന്ന്. എനിക്കും ആഗ്രഹമുണ്ട്. എൻ്റെ മോന് 6 മാസം ഉള്ളപ്പോൾ ഞങ്ങൾ ഇറങ്ങിയതായിരുന്നു. പക്ഷെ പകുതി വഴിയിലെത്തിയപ്പോൾ അവൻ്റെ വോമിറ്റിങ് കാരണം തിരിച്ച് ഞങ്ങളെ വീട്ടിൽ തന്നെ കൊണ്ടുപോട്ടു. അതിനുശേഷം പിന്നെ ഇപ്പം അവന് 2 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഇതിനായിട്ട് ഞങ്ങൾ ഇറങ്ങിയത്. ഇടയ്ക്കിടയ്ക്ക് ഷോപ്പുകളിൽ കയറുമ്പോൾ ചെറിയൊരു ബ്രേക്ക് വരുമെങ്കിലും അത്യാവശ്യം ചെറിയൊരു ട്രിപ്പായിട്ടൊക്കെ ഇതിനെ പരിഗണിക്കാം. ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാനായിട്ട് കുറേ കടകൾ നോക്കി, ഒന്നും തുറന്നിട്ടില്ല. കാരണം ഗ്യാസിൻ്റെ ഷോർട്ടേജ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ കുറേ പോയി കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു ചെറിയ ഹോട്ടലുണ്ടായിരുന്നു. അവിടെ കയറി അവിടുത്തെ ഒരു തട്ടിക്കൂട്ട് ബിരിയാണിയാണ് ഉച്ചയ്ക്ക് ലഞ്ചായിട്ട് കഴിച്ചത്. ആ ബിരിയാണി കഴിച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അവൻ പിന്നെയും വോമിറ്റിങ് തുടങ്ങി ഒരു പ്രാവശ്യം. അത് വളരെ കുറച്ച്, അവൻ ആ ഫുഡ് വളരെ കുറച്ചാണ് കഴിച്ചുള്ളൂ. ആ കഴിച്ചതൊക്കെ വോമിറ്റ് ചെയ്യുകയും പിന്നെ കുറേ നേരത്തേക്ക് ഞങ്ങൾക്ക് 2 പേർക്കും ടെൻഷനായിരുന്നു കേട്ടോ, ഇനി വോമിറ്റ് ചെയ്യുമോ എന്ന് ഓർത്തിട്ട്. പക്ഷെ പിന്നെ ഉണ്ടായില്ല. പിന്നെ ആശാനൊരു 2-2.5 മണിക്കൂർ നേരത്തേക്ക് നല്ല ഉറക്കമായിരുന്നു. പിന്നെ ആ ബിരിയാണി കഴിച്ചതിന് ശേഷം എനിക്കും ചെറുതായിട്ട് വയറിൽ എന്തൊക്കെയോ ബുദ്ധിമുട്ട് തോന്നാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ പിന്നെ പുള്ളി എനിക്ക് ചെറിയ ഈ പൈനാപ്പിളിൻ്റെ സോഡയുടെ എഫക്റ്റുള്ളൊരു ചെറിയ ബോട്ടിൽ വാങ്ങി തന്നു. അത് കുടിച്ചിട്ട് എനിക്ക് വലിയ പ്രത്യേകതകളൊന്നും ഉണ്ടായിരുന്നില്ല, ഒരു മാറ്റം ഉണ്ടായിരുന്നു. പിന്നെ എനിക്കൊരു കാപ്പി കിട്ടിയാൽ കൊള്ളാമെന്നായി. നല്ല ചൂടുള്ള കട്ടൻ കാപ്പി കുടിച്ചാൽ ചിലപ്പോൾ വയറൊന്നും ഓക്കെ ആവാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയായിരുന്നു. അപ്പം ഞാനത് പുള്ളിയുടെ അടുത്ത് പറഞ്ഞു. അല്ലെങ്കിലും ഞങ്ങൾ ചായ കുടിക്കാൻ കടകൾ അന്വേഷിച്ച് കിടക്കുമായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഒരു ചെറിയൊരു ചായക്കട കണ്ടു. ആ മരങ്ങളുടെ ഇടയിലൂടെ കണ്ടത് നമ്മുടെ ഇടുക്കി ഡാമാട്ടോ. അതായിരുന്നു നമ്മുടെ ചായക്കടയിൽ നിന്നുള്ള പ്രധാന വ്യൂ. ഈ കാപ്പിക്കാണെങ്കിൽ ഭയങ്കര കയ്പ്പായിരുന്നു. പക്ഷെ അത് കുടിച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വയറിൻ്റെ അസ്വസ്ഥതകളെല്ലാം മാറി. അവനാണെങ്കിൽ ഒരു കപ്പ് കേക്ക് എന്താ കഴിച്ചോളൂ, കാപ്പി കുടിച്ചേയില്ല. ആ കപ്പ് കേക്കാണെങ്കിൽ അവിടെ വന്നൊരു പട്ടിക്ക് വിട്ടു കൊടുത്തു. നമ്മൾ കയറിയ കടയിൽ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ കുറേ കളിപ്പാട്ടങ്ങളും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ ഇവനെ ഈ ഊതണ ബബിള് എവിടെ പോയാലും വേണം. എന്നാൽ അത് ഊതാനറിയോ? അതുമില്ല. സത്യം പറഞ്ഞാൽ രാത്രി വീട്ടിലെത്തണ വരെ ഈ സാധനം ഊതിക്കൊണ്ടിരിക്കലായിരുന്നു എൻ്റെ പണി. അവൻ ഊതുമ്പോൾ ബബിൾസ് വരില്ല. അപ്പം എൻ്റെ അടുത്ത് ഊതാൻ പറഞ്ഞ് അവൻ കരയും. സാറ്